ആദ്യം 200 മീറ്റർ റൺ ചെയ്യണം. ഓക്കെ, റൺ, ദെൻ 25 മീറ്റർ സ്ലെഡ് പുഷ്. സ്ലെഡ് പുഷ് 25 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് 12.5 ആണ്. ഇവിടെ നിന്നൊക്കെ ഉണ്ടെന്ന് തിരിച്ചു കൊണ്ടുപോകണം. സ്ലെഡ് പുഷ് അവിടെ തന്നെ എത്തിക്കണം. എഗെയിൻ റൺ 50 മീറ്റർ ബർപ്പി 12.5 ആണ്, 4 ലാപ്പ്. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പോവാ വര ഇവിടെ തന്നെ അവസാനിക്കും. എഗെയിൻ 200 മീറ്റർ റൺ 50 ഫാർമേഴ്സ് ക്യാരി 50 മീറ്റർ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ 4 ലാപ്പ് 12.5 അങ്ങനെ 4 റൗണ്ട്. ഓക്കെ, ദെൻ ലഞ്ചസ് സെയിം തന്നെ 4 ലാപ്പ്. റണ്ണ് റോ 400 മീറ്റർ. അത് മീറ്ററിൽ അതിനകത്ത് കാണിക്കും. 2 റൗണ്ട്. ഓക്കെ, ദെൻ 200 മീറ്റർ റൺ 40 വാൾ ബോൾ. ഓക്കെ അല്ലേ? ഇതെല്ലാം ചെയ്യാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാരും അവനെടുത്തോളൂ. രണ്ടുപേരും ഇത് നോട്ട് ചെയ്യാൻ വേണേ. ഓക്കെ, വാ. റോ ചെയ്യുമ്പില്ലേ ഡിസ്പ്ലേ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. ഓക്കെ, കാല് 2 ലോക്ക് ചെയ്യണം. കാല് ലോക്ക് ചെയ്യാം. ഓക്കെ, ദെന്നില്ലേ വെറുതെ റൊട്ടേറ്റ് ചെയ്ത് വലിക്കാം. ഓക്കെ, ഇതിനകത്ത് മീറ്റർ കണ്ട, ഇതാണ് മീറ്റർ. മാക്സിമം പവറിൽ വലിക്കുക. കൂടുതൽ സ്പീഡ് അതായത് ഇത് തന്നെ റീഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈ പവറില്ലേ, പവറാണ് മാക്സിമം റീഡ് ആവുന്നത്. ദെൻ സ്ലോലി വിടാം. ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഇത് കുറേ നേരം ഇവിടെ പിടിച്ചോണ്ടിരുന്ന മീറ്റർ കൂടും. അതിനകത്ത് മീറ്റർ കൂടുതലല്ല, പക്ഷെ മീറ്റർ കൂടും, പക്ഷെ അതാവൂല, പ്രോപ്പർ ആവില്ല. ഈ മാക്സിമം പവർ യൂസ് ചെയ്യാം, സ്ലോലി വിടാം. ഇങ്ങനെ സ്പീഡിൽ കുറെ പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, പയ്യെ വിടണവന് ഡ്രോ അതാവുള്ളൂ. ഓക്കെ, ബ്രീത്ത് മാക്സിമം എടുക്കാൻ പറ്റും. ഓക്കെ, രണ്ട് രീതി പുഷ് ചെയ്യാം. ഒന്ന് വെറുതെ ഇങ്ങനെ പുഷ് ചെയ്യാം. ഓക്കെ, വേറൊന്ന് മാക്സിമം ബോഡി താഴോട്ട് പിടിക്കുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് ഇതിനകത്തോട്ട് വരും. ഓക്കെ, ദെൻ ഇവിടെ മാക്സിമം ഫ്രണ്ടിലോട്ട് ഹോൾഡ് ചെയ്യാം, ദെൻ അറ്റത്തോട്ട് പുഷ് ചെയ്യാം. ഓക്കെ, ബോഡി വെയിറ്റ് യൂസ് ചെയ്ത് പുഷ് ചെയ്യാം. ഇങ്ങനെ പുഷ് ചെയ്യാം. ഇത് പാടാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ മാക്സിമം ബൈക്ക് ഉണ്ടാക്കണം. ബോഡി വെയിറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ്. ഓക്കെ, ഇത് 4 റൗണ്ട് അല്ലേ? 2 ലാപ്പ് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നു. ഓക്കെ, ഇല്ല 2 ലാപ്പ് മതി. 25 മീറ്റർ 50 മീറ്റർ 4 ലാപ്പ്. ദെൻ സാൻഡ് ബാഗ് ലഞ്ച് ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ ഉള്ളിൽ ആദ്യത്തെ ലഞ്ചസ് ഇതിൻ്റെ ഉള്ളിൽ ലഞ്ചസ് ചെയ്യണം. അപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പകുതിന്ന് പോകാൻ പറ്റില്ല, അപ്പ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി. ഓക്കെ, ഫുള്ള് താന്ന് മുട്ടണം, മുട്ടണം, അപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ അഗൈൻ മുട്ടണം, അപ്പ് ചെയ്യണം. ഓക്കെ, പോയി വരാം 4 റൗണ്ട്. ഓക്കെ, ദെൻ ഫാർമേഴ്സ് ക്യാരി ചെയ്യുമ്പോൾ നോർമലി ഇങ്ങനെ പിടിക്കാം. 4 ലാപ്പ് തന്നെ. ഓക്കെ, ഇതിങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അതിന് പകരം നമ്മളൊരു ഹുക്ക് പോലെ പിടിക്കാം. ഇതൊരു ഹുക്കാ. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ അത് ചെയ്യാൻ പറ്റും. ഇത് 4 റാപ്പല്ലേ? നോർമലി പിടിച്ചാൽ ഊരിപ്പോവും, മറ്റേത് പിടിച്ചാൽ കുറച്ചുകൂടി ബലം കിട്ടും. പ്രോപ്പർ ഒരു ഗ്രിപ്പ് കിട്ടും. ഈ സിൽക്ക് പോലത്തെ മാറ്റണോ? ഇല്ല, ഇത് 2 പീസ് ഉള്ളൂ. അത് അലിസ്റ്റേറിന് എടുത്തോളൂ. ഹുക്ക് ചെയ്ത് പിടിക്കാം, അതാണ് എപ്പോഴും ബെറ്റർ. ഇതാകുമ്പോൾ ഇങ്ങനെ തന്നെ പോകില്ല. ഓക്കെ, ഇത് എങ്ങനെയും ക്യാരി ചെയ്ത് പോയാൽ പോരെ? എങ്ങനെയും ക്യാരി ചെയ്താൽ മതി, പക്ഷേ സ്റ്റാൻഡ് സ്ട്രൈറ്റ്. ഓക്കെ, എപ്പോഴും ചെസ്റ്റ് അപ്പ് ചെയ്ത് നോക്കണം, കോർ എൻഗേജ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റും. ബർപ്പീസ് ചെയ്യുമ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാവോ? നമ്മുടെ ഇഷ്ടം. ബർപ്പീസ് ചെയ്യുമ്പോൾ മതി. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ ബർപ്പ് ചെയ്യണം. ജമ്പ് ചെയ്യുക, കൈ കുത്ത, ബാക്കിലോട്ട് ബർപ്പ് ചെയ്യുക. കൈയുടെ ബാക്കിലായിരിക്കണം കാലുകുത്തേണ്ടത്. മാക്സിമം ജമ്പ് ചെയ്യുക. ഓക്കെ, ദെൻ കൈയായിട്ടൊരു മാക്സിമം ഒരു ഹാൻഡ് ഡിസ്റ്റൻസ് ബാക്കിലോട്ട്. ഓക്കെ, നിങ്ങൾ മാക്സിമം എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നോ അത്രയും ബർപ്പി ഉറവടിച്ചാൽ മതി. 4 റൗണ്ട് പോയി വരാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് ലൈൻ്റെ ഇവിടെ വന്ന് ഓക്കെ, നിങ്ങൾ ജമ്പ് ചെയ്ത് ഈ ലൈൻ്റെ ഉള്ളിലാണ് കയറണമെങ്കിൽ ബർപ്പി ചെയ്യണ്ട. ഓക്കെ, ഇവിടെ നിന്ന് മാക്സിമം നീ ഇവിടെ വന്ന് ജമ്പ് ചെയ്ത് ലൈനിൽ ചവിട്ടിന്ന് വെച്ചോ, ബർപ്പി ചെയ്യണം. ലൈനിന്റെ അപ്പുറത്ത് പോകണേ ബർപ്പി ചെയ്യണ്ട. മാക്സിമം ഡിസ്റ്റൻസ് ജമ്പ് ചെയ്യാം. പിന്നെ എനർജി സേവ് ചെയ്യാൻ വേണ്ടി കാല് കയറ്റി വെക്കാം. ഓക്കെ അല്ലേ? വാൾ ബോൾ മോളിൽ കൊള്ളുകയും വേണം, പിടിക്കാൻ നേരത്തെ ഇരിക്കുകയും വേണം, എങ്കിലേ കൗണ്ട് ചെയ്യുള്ളൂ. എടാ വീഡിയോ മുട്ടാലിന് താഴെ വേണ്ട. ഓക്കെ,
ഡ്രോപ്പ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യണേ? ഇല്ല, കൊള്ളണില്ല ഇത്. മുട്ടാലിന് താഴെ പോയില്ലെങ്കിൽ അത് കൗണ്ടബിൾ അല്ല. ഇരിക്കണമെന്നോ നല്ലപോലെ. ഈ ഇത് വെയിറ്റ് കുറയ്ക്കാനോ എണ്ണം കുറയ്ക്കാനോ ചാൻസ് ഇല്ല അല്ലേ? പടത്തല്ലേ മിനി ഹൈറോക്സാ. മെയിൻ ഹൈറോക്സ് ചെയ്യണപ്പോ ആലോചിച്ച് നോക്കി. 100 വാൾ ബോളോ? 100 വാൾ ബോൾ, 8 കിലോമീറ്റർ ഓട്ടം, 100 വാൾ ബോൾ. ഇത് 50 മീറ്റർ. ഓക്കെ അല്ലേ? പുറത്ത് റണ്ണിന്റെ കാര്യം പറയട്ടെ. നീ എന്റെ റണ്ണില്ലേ? സുഹിത്തേ, വന്നു. ഇവിടുന്ന് ആ സൈഡ് ഒരു 25 മീറ്ററാ. ഓക്കെ, ടോട്ടലി പോയി വരാം. കോൺ വേണമെങ്കിൽ വെക്കാം. ഓക്കെ, 4 ലാപ്പ്. കോണിന്റെ ഉള്ളിൽ കവർ ചെയ്ത് ഓടണം എപ്പോഴും. ഓക്കെ, നിങ്ങളുടെ കൂടെ ഉള്ള ആരാണോ ഒരു മാക്സിമം മാന്യമായിട്ട് നോട്ട് ചെയ്താൽ ഓക്കെ. എങ്ങനെ കോൺ കവർ ചെയ്ത് പോകണമെന്ന് പറഞ്ഞാൽ? ലൈക്ക് ഇവിടെ ഒരു കോൺ വെക്കും. ഓക്കെ, ഇതിന്റെ ബാക്ക് വരെ ഓടണം. ഓക്കെ, തിരിച്ചോടാൻ കോൺ ഉണ്ടാവും, അവിടെയും കോൺ ഉണ്ടാവും. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. 4 പ്രാവശ്യം. എടാ നിങ്ങക്ക് മനസ്സിലായി, നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അടുത്ത ഏതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. 4 അങ്ങോട്ട് പോയിട്ട് തിരിച്ചു പോകണം, പിന്നെ പോയിട്ട് തിരിച്ചു വരണം, അങ്ങനല്ലേ? 12.5 മീറ്റർ. വേണ്ടേ? ഇല്ല, 2 മതി. ഇത് മീറ്റർ കവർ ചെയ്യാൻ വേണ്ടി മാത്രമല്ലേ. അത് നീ ഹാർട്ട് ബീറ്റ് നല്ല രീതി ഹൈ ആവും. ഫസ്റ്റ് ടൈമാ സീനില്ലായിരിക്കും. ഫസ്റ്റ് ടൈം ആണ്, പക്ഷെ നല്ല രീതി ഹാർട്ട് റേറ്റ് ഹൈ ആവുന്നതുകൊണ്ട് മാനേജ് ചെയ്ത് ചെയ്യാൻ നോക്കാം. ലൈക്ക് നിങ്ങൾ ഓൾറെഡി വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നത് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ ക്ഷീണിക്കും. നല്ല രീതി വർക്കൗട്ട് പോലെ അല്ല ഇത്, എൻറ്റയർലി ഡിഫറെന്റ് ഗെയിം. പുഷ് പുൾ ലെഗ് കോമ്പിനേഷൻ. ഓക്കെ, തുടങ്ങിയാൽ എന്നാ നിങ്ങളെനിക്ക് വിശ്വാസം. ഓക്കെ, ബിന്നു പിന്നെ മുട്ടുമടക്കിയിലേക്ക് കൂട്ടൂല. ഡംപ് ചെയ്യാൻ. ഇവിടെ വർക്ക് ചെയ്യണം. ചെറിയ ഡിസ്റ്റൻസ് ആണുള്ളത്. വിളിച്ചാടി കയറിയാൽ
ഫാർമേഴ്സ് ക്യാരി നടക്കണമെന്നില്ല നിങ്ങൾക്ക് സ്പീഡിലോടാം ജസ്റ്റ് അപ്പോൾ ഇതുണ്ടോ ഫോർ എൻഗേജ് ചെയ്യണമെങ്കിൽ ടിക്കറ്റോ പറ്റും
അത് ആ പാന്റ് പോകും ഒരു ഫേസ് ഓഫ് കൊടുക്കി. ഇതകത്ത് കയറില്ല. സ്ലോ കിട്ടാൽ മതി. ഇവിടെ റീഡായി കൊടുക്കട്ടോ. നിർത്തൂല, ഓടിയില്ലെങ്കിലും നടന്നോണ്ടിരിക്കും. റൗണ്ട്
ഇടക്കാലത്ത് ജല വരുമ്പോ റൗണ്ട് ലാപ്പല്ല അബദ്ധം ഇപ്പൊ ഫയർ കൊളുത്തി പിടിച്ച് നിങ്ങൾ വെറുതെ അനുവദിക്കാൻ നോക്കും മൈക്ക് വേടാ മൈക്ക് പതിനാറ് കൂടി ഇത് ബാക്കി പോയി മാറ മാറ അയ്യോ
എത്ര മിനിറ്റായി? 32. സെയിം സാധനം തന്നെ എല്ലാം 8 കിലോമീറ്റർ റണ്ണും എല്ലാം 25 കിലോമീറ്റർ 8 കിലോമീറ്റർ എങ്ങനെ കൊടുക്കുന്നതാണ് മൈക്കില്ല. പിന്നെ അവൻ്റെ ലക്ഷ്യം 1 മണിക്കൂർ കോൺട്രാക്ട് വെള്ളം തീർന്നാ എടാ ആ വെള്ളം തീർന്നോ? വിനായകൻ വെള്ളം തീർന്നോ? ആ വെള്ളം തീർന്നോ? ഷോർട്സ് ചെക്കിയായിരുന്നു. ലാസ്റ്റ് നൈറ്റ് കംപ്ലീറ്റ് ഞാൻ പോട്ടെ
ഹൈറോക്സ് മിനി ഹൈറോക്സിൽ സുഹൃത്ത് 27 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നെക്കാട്ടും കൂടുതൽ മിനിറ്റിൽ സ്പീഡിൽ കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട് അവന് എൻ്റെ മകന് പ്രോട്ടീൻ ഷേക്ക് ബ്രാൻഡ്. യെസ്, ഓൾ ദി ബെസ്റ്റ്. യെസ്, പിടിച്ചു ഫസ്റ്റ് സിപ്പ്. അയ്യോ ഓ കുളിക്കണോ? നോ ഷുഗർ. കുടിച്ചിട്ടാ മതി. ഐസ് ബാഗാ? ഞാൻ സ്ട്രെച്ച് ചെയ്തിട്ട് വിനായകനും കൂടെ കൊടുക്കുന്നേക്ക്. വിനായക പാടാ. സോറി, ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കില്ലേ? ഇത് വേണ്ടല്ലോ. ഫാസ്റ്റിങ്ങാ? Ready,